Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ഡയമെൻഷൻസ് ആൻഡ് മെത്തഡോളജി ഓഫ് ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് മൊഡ്യൂളായ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റിൽ പഠിക്കാനുള്ളത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള 2-3 ഇന്ന് പഠിക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, HUF, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്. ഈ മൂന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സിംഗിൾ മാൻ ഓണർഷിപ്പ്. ഇതാണ് നമ്മൾ പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ ആണ് അതിന്റെ ഓണർ ആയിട്ട് വരുന്നത്. ഒരു സിംഗിൾ പേഴ്സൺ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അപ്പോൾ അയാളായിരിക്കും അതിന്റെ അൾട്ടിമേറ്റ് ഓണർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ അൺലിമിറ്റഡ് ലയബിലിറ്റി. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസസ് വരുവാണെങ്കിൽ ബിസിനസ് മാന്റെ പ്രൈവറ്റ് പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി അതിന് ലയബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ ഒരാൾക്ക് കാശ് കൊടുക്കാണ്ട് ബിസിനസ് നഷ്ടത്തിലാണ്, കാശ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പേഴ്സൺ കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ ബിസിനസിന്റെ ഓണറുടെ സ്വന്തം പേരിലുള്ള പ്രോപ്പർട്ടി വിറ്റിട്ട് ആ കടം വീട്ടേണ്ടി വരും. അതാണ് പറഞ്ഞത് അൺലിമിറ്റഡ് ലയബിലിറ്റി. നെക്സ്റ്റ് നോ സെപ്പറേഷൻ. ഇവിടെ ബിസിനസ്സും ബിസിനസ്മാനും സെപ്പറേറ്റ് അല്ല. ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്മാനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ലയബിലിറ്റിയും വരുന്നത്. ബിസിനസ്മാന് ഉള്ള ബിസിനസ്സിന് എന്തൊക്കെയാണ് ലോസസ് വരുന്നത് അത് ബിസിനസ്മാന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നോ സെപ്പറേഷൻ ആണ്. ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ആർ സെയിം. ആരാണോ ഓണർ അയാൾ തന്നെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് അല്ല, രണ്ടും സെയിം ആയിട്ട് തന്നെ വരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസസ്. ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് ബിയർ ചെയ്യേണ്ടത് നമ്മളെ സിംഗിൾ ഓണറായ ആ ഓണർ ആരാണോ, സോൾ പ്രൊപ്രൈറ്റർ ആരാണോ അയാളാണ് പ്രോഫിറ്റും ലോസും ബിയർ ചെയ്യേണ്ടത്. സിമ്പിൾ ഫോർമാലിറ്റീസ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും വരാത്തതാണ്. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസും അതേപോലെ ലിമിറ്റേഷൻസ് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട് ഫ്രീഡം ആണ് പറയുന്നത്. ആ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുന്ന പേഴ്സണിന് എല്ലാ ഫ്രീഡം ഉണ്ട്. അയാൾക്ക് എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. ഇന്ന് വേണമെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇനി കുറച്ച് ദിവസത്തേക്ക് ബിസിനസ് നടത്തുന്നില്ലെന്ന് വിചാരിച്ചാൽ നടത്താതിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വിചാരിക്കുവാണ് ഞാൻ ഇന്ന് മുതൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് മാറ്റുവാണ്. എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. നെക്സ്റ്റ് ഈസി സ്റ്റാർട്ടിങ്. നമ്മൾ പറഞ്ഞ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കുറവാണ്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ലെസ് എക്സ്പെൻസീവ്. ഒരാൾ മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഒരു കുഞ്ഞു ബിസിനസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക, അപ്പൊ അത്ര എക്സ്പെൻസീവ് ആയിട്ട് വരുന്നില്ല. ഈസി ക്ലോഷർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാർട്ട്നേഴ്സിന്റെയും ഷെയർ ഒക്കെ കണ്ടുപിടിച്ച് അത് ഒരുപാട് റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലീഗൽ ഫോർമാലിറ്റീസും കുറവാണ്, അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സും കുറവാണ്. ടാക്സ് ബെനിഫിറ്റ്സ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോഫിറ്റ്. ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആർക്കും ഷെയർ ഒന്നും കൊടുക്കണ്ട അല്ലെ, ഫുൾ പ്രോഫിറ്റും ആ സോൾ പ്രൊപ്രൈറ്ററിന് തന്നെ എടുക്കാം. അപ്പൊ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സോൾ പ്രൊപ്രൈറ്ററിന് എന്ത് ചെയ്യാം, ഒരുപാട് പ്രോഫിറ്റ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ലിമിറ്റേഷൻസ് പറയാണ്. ഒന്നാമത്തെ അൺലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞതാണല്ലോ അൺലിമിറ്റഡ് ലയബിലിറ്റി. ബിസിനസ്സിൽ ഒരു ലോസ് വരുവാണെങ്കിൽ ബിസിനസ്മാന്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയും കൂടി അതിന് ലയബിൾ ആവും. അപ്പൊ അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് ലാക്ക് ഓഫ് ക്യാപിറ്റൽ. ഒരു പേഴ്സൺ മാത്രമാണ് ബിസിനസ്സിന് വേണ്ടിയുള്ള പൈസയൊക്കെ ഇറക്കുന്നത്. അപ്പൊ ഒരുപാട് ക്യാപിറ്റൽ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. അതേപോലെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ അല്ലാതെ നമ്മൾ ബാക്കി പറഞ്ഞിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഒക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ അതിൽ ഒരു പാർട്ട്ണർ ഇല്ലെങ്കിൽ, ഒരു പാർട്ട്ണർ പോവുകയാണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് ഡെത്ത് സംഭവിക്കുകയാണ്, എന്നാലും ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്ററിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. ലാക്ക് ഓഫ് എക്സ്പെർട്ടീസ് ആൻഡ് പ്രൊഫഷണലിസം. ഒരു പേഴ്സൺ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ, ഓണർഷിപ്പ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് അയാൾ തന്നെയാണ്. അപ്പൊ അയാൾക്ക് അതിനുള്ള എക്സ്പെർട്ടീസ്, അതിനുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല, പ്രൊഫഷണലിസം കാണണമെന്നില്ല. ലിമിറ്റഡ് സൈസ്. ബിസിനസിന്റെ സൈസ് എപ്പോഴും ചെറുതായിരിക്കും. ക്യാപിറ്റലൊക്കെ കുറവല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് ബിസിനസിന്റെ സൈസ് ചെറുതായിരിക്കും. നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമുക്ക് ഒരു ഹൈ ലെവൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റഡ് ഏരിയയിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല.
നെക്സ്റ്റ് ഫോം ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF എന്ന് പറയും, ഓർ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്നും അതിന് പറയും. അപ്പൊ ജോയിന്റ് ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാനേജ് ചെയ്യുന്നത് ഒരു ബിസിനസ്, ഇതൊരു കൂട്ടുകുടുംബത്തിന്റെ ബിസിനസ് ആണ്. അപ്പൊ ബിസിനസിന്റെ അകത്ത് വരുന്ന അതിനെ മാനേജ് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് അതിൽ എൽഡസ്റ്റ് മെമ്പർ ആണ്. എൽഡസ്റ്റ് മെമ്പറിനെ നമ്മൾ പറയുന്നത് കർത്ത എന്ന് വിളിക്കും. അപ്പൊ കർത്തയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് നടത്തുന്നത് ആ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടായിരിക്കും. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓൾ ദ മെമ്പേഴ്സ് ലിവ് അണ്ടർ വൺ റൂഫ്. അപ്പൊ ഇത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ബിസിനസ് ആണ്. അപ്പൊ അതിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരു റൂഫിൽ ഒരു വീട്ടിൽ തന്നെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഇറ്റ് ഈസ് എ കോമൺ പൂൾ ഓഫ് പ്രോപ്പർട്ടി. എല്ലാവരുടെയും പേരിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും. ഒരാൾക്ക് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് കാണണമെന്നില്ല, എല്ലാവരുടെ പേരിൽ വരുന്ന പ്രോപ്പർട്ടി ഒരുമിച്ചാണ് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കമ്പൽസറി ടു രജിസ്റ്റർ. രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും നിർബന്ധമല്ല ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക്. അപ്പൊ നമുക്കത് അതിന്റെ പ്രൊസീജിയേഴ്സ് ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൾ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ മെയിൽ ഹെഡ് ഓഫ് ദ ഫാമിലി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കർത്ത എന്ന് പറഞ്ഞ പേഴ്സൺ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ്. അപ്പൊ ആ മെയിൽ മെമ്പർ ആണ് എല്ലാ ഡിസിഷൻസും എടുക്കുന്നത്, ഏറ്റവും മൂത്ത മെയിൽ മെമ്പർ. അപ്പൊ അയാളായിരിക്കും അതിന്റെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ദ ലാബിലിറ്റി ഓഫ് കർത്ത ഈസ് അൺലിമിറ്റഡ്. കർത്തയുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ടാണ് വരുന്നത്. അൺലിമിറ്റഡ് ലയബിലിറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അത് തന്നെ. അപ്പൊ കർത്തയുടെ പ്രോപ്പർട്ടി ലയബിൾ ആയിരിക്കും. ഇറ്റ് കംസ് അണ്ടർ ഹിന്ദു ആക്ട്. ഹിന്ദു ആക്ട് പ്രകാരമാണ് നമ്മൾ ഈ ബിസിനസിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. ബിസിനസിനെ ഗവേൺ ചെയ്തിരിക്കുന്ന ഹിന്ദു ആക്ട് പ്രകാരമാണ്. ഫോംസ് ഓഫ് ഓർഗനൈസേഷനിൽ തേർഡ് വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചില്ലേ? അപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു പേഴ്സണേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അപ്പൊ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് മീനിങ് നോക്കാം. 2 or more persons join together. രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ, ഒരാളല്ല രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാണ് ഓൺ ദ ബേസ് ഓഫ് എ ലീഗൽ ഡോക്യുമെന്റ്. ലീഗൽ ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരാൾ മാത്രമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാളാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻ വരാം. എത്ര പൈസ എല്ലാവരും കൊണ്ടുവരണം, ഒരാൾ എത്ര പൈസ ഇടണം ബിസിനസ്സിനകത്ത്, അതുപോലെ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഡിസൈഡ് ആണ് അല്ലെ. ഇതൊക്കെ ജസ്റ്റ് വാക്കാൽ പറയുന്നതിലും നല്ലത് എന്താണ്, അവർ തമ്മിൽ എഴുതി ഒപ്പിടുന്നതാണ്. ഇതാണ് ഒരു ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു എഗ്രിമെന്റ്. അവർ തമ്മിൽ എല്ലാ കാര്യത്തിനും ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. ടു അച്ചീവ് എ കോമൺ ഗോൾ ഓഫ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ അവരുടെ എല്ലാവരുടെയും മെയിൻ എയിം എന്തായിരിക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു ബിസിനസ് നടത്തുവാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സിനാണ് സിംപ്ലി പറയാന്ന് വെച്ചാൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അനി ഇതിന്റെ പാർട്ട്ണർഷിപ്പ് പ്രൊവിഷൻസ് ഒക്കെ ഗവേൺ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ അഗ്രിമെന്റ്. നമ്മൾ പറഞ്ഞില്ലേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി ഒപ്പിട്ട് വെക്കണം. ഇതിനാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എഴുതണം നിർബന്ധമില്ല, പക്ഷെ ഏറ്റവും ക്ലാരിറ്റി ഉണ്ടാകുന്നത് നമ്മൾ എഴുതിയുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, മെമ്പർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ആണ്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ വേണം അല്ലെ. അപ്പൊ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് 2 ആണ്. മാക്സിമം നമ്പർ പറയുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിങ് ഫേം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമ്പർ 10 പാർട്ട്നേഴ്സേ പാടുള്ളൂ. പക്ഷേ നമ്മൾക്ക് വേറൊരു ഫേം, ബാങ്കിങ് ഫേം അല്ലാത്ത വേറെ എന്തെങ്കിലും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 20 വരെ മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കാം, മാക്സിമം പാർട്ട്നേഴ്സ് ഉണ്ടാവാം. നെക്സ്റ്റ് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പൊ ഇത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ കേസിലും അൺലിമിറ്റഡ് അല്ല അത്, പക്ഷെ നമ്മൾ നോർമലി പാർട്ട്ണർഷിപ്പ് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഞാൻ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ തന്നെ അതിലുള്ള ആൾക്കാരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അവിടെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ അതിന് ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് കളക്റ്റീവ് മാനേജ്മെന്റ്. കളക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ടാണ് മാനേജ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പേഴ്സൺ മാത്രമായിട്ടല്ല ഒരു മാനേജ്മെന്റ് നടത്തുന്ന, എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് മാനേജ്മെന്റ് നടത്തുവാണ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് അവർ എഗ്രി ചെയ്തിരിക്കുന്ന റേഷ്യോ, നമ്മൾ ഒന്നാമത് അഗ്രിമെന്റ് പറഞ്ഞില്ലേ, അപ്പൊ അഗ്രിമെന്റിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന റേഷ്യോ എന്താണ്, ആ റേഷ്യോയിലാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. ഇനി പാർട്ണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒന്നാമത്തെ മൊബിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 5 ആൾക്കാർ കൂടി ചേർന്ന് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് സ്കോപ്പ് ഫോർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. ഇപ്പൊ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാം നമുക്ക് എക്സ്പാൻഷൻ, കൂടുതൽ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ബിസിനസ് നടത്താനും ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് പാർട്ട്ണർഷിപ്പിൽ കമ്പയർഡ് ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് ഇവിടെ പറയുന്നത്.
നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യാം, വർക്കൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരാൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ, അപ്പോൾ അയാൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള അയാളുടെ നോളജൊക്കെ കുറവായിരിക്കും, അതിനനുസരിച്ച് അയാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ കുറച്ച് പേർക്ക് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ എല്ലാവരുടെയും നോളജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് ഓഫ് ഡിസൊല്യൂഷൻ. ഇപ്പോൾ ഒരു ബിസിനസ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഡിസോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും മ്യൂച്വലി എഗ്രി ചെയ്തിട്ട് ഒരു കൺസെൻറ്റ് എല്ലാവരും കൂടി തീരുമാനിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് നോർമലി പറയുകയാണെന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ലോസസ് വരുവാണെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി അതിന് ലയബിൾ ആയിരിക്കും. നെക്സ്റ്റ് ലിമിറ്റഡ് ക്യാപിറ്റൽ. ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്യാപിറ്റൽ വരുന്നുണ്ടെങ്കിലും അതിൽ ഇത്ര മാത്രമേ ഒരു നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിന് പേര് നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് മാത്രമേ അവർക്ക് അത്രയും ആൾക്കാർക്ക് മാത്രമേ ക്യാപിറ്റൽ എന്തായാലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇതിൻ്റെ മേലെ വരുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ക്യാപിറ്റലാണ് വരുന്നത്. നെക്സ്റ്റ് ലിമിറ്റഡ് ലൈഫ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാർട്ട്ണറിന് ഡെത്ത്, ഇൻസോൾവൻസി ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് ഡിസോൾവ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ചാൻസ് ഓഫ് ഡിസ്പ്യൂട്ട്. നമ്മൾ പറഞ്ഞ എഗ്രിമെൻ്റ് വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചില സമയത്ത് എഗ്രിമെൻ്റ് വെച്ചിട്ട് അത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആ സമയത്തൊക്കെ എന്ത് വരാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അവർ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം. അപ്പോൾ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ചിലപ്പം നമ്മൾ എല്ലാ അഗ്രിമെൻറ്റിലും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാം. നെക്സ്റ്റ് നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം ഞാനൊരു ബിസിനസ്സിലെ പാർട്ട്ണറാണ്, എനിക്ക് പകരം വേറൊരാൾ അതിന് പാർട്ട്ണറാക്കുക, അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അതിന് എഗ്രി ചെയ്തിരിക്കണം. അല്ലാതെ എനിക്ക് തോന്നുവാണ് ആ സമയത്ത് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എവിടെയുണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലുണ്ട് അല്ലേ. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓണറായി, കമ്പനിയുടെ ഓണറായി. അപ്പോൾ ഓണറായ എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ ഷെയർ വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനല്ല, പിന്നെ അയാളായിരിക്കും ഓണർ. ഇതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ പാർട്ട്ണർഷിപ്പിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഇപ്പോൾ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്സിൽ ഒന്നാമത്തെ ജനറൽ പാർട്ട്ണർഷിപ്പാണ്. ഇപ്പോൾ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞ ടിപ്പിക്കൽ പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അതിലെല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ബിസിനസ്സിനകത്ത്. അപ്പോൾ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രോപ്പർട്ടിയും ഈക്വലി അതിന് ലയബിൾ ആയിരിക്കും. ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, രണ്ടാമത്തെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഇൻ എ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് വൺ ഓഫ് ദ പാർട്ട്ണർ വിൽ ബി എ ജനറൽ പാർട്ട്ണർ. ഒരാളെ ജനറൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പോൾ ഈ ജനറൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറൽ പാർട്ട്ണറിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ജനറൽ പാർട്ട്ണർ വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി, ആ ജനറൽ പാർട്ട്ണറിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ഓൾ അതർ പാർട്ട്നേഴ്സ് ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി. ബാക്കി വരുന്ന പാർട്ട്നേഴ്സിനൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്. അപ്പം ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലിമിറ്റഡ് ലയബിലിറ്റി അല്ല വരുന്നത്. ഒരു പേഴ്സൺ ഉണ്ട് ജനറൽ പാർട്ട്ണർ, ആ ജനറൽ പാർട്ട്ണറിന് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്. നെക്സ്റ്റ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, LLP എന്ന് പറയും ഇതിന്. ഇപ്പം LLP ആകുന്ന സമയത്ത് അവിടെ നമുക്ക് പേഴ്സണൽ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് പേഴ്സണൽ ലയബിലിറ്റി പ്രൊട്ടക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ട്ണറിന് വേറൊരു പാർട്ട്ണറിന്റെ നെഗ്ലിജൻസ് കൊണ്ടൊരു ലയബിലിറ്റി വരുവാണെങ്കിൽ അതിന് നമ്മൾ ലയബിൾ അല്ല. ഇപ്പം വേറൊരു പാർട്ട്ണർ എന്തെങ്കിലും നെഗ്ലിജൻസ് നടത്തി അതുകൊണ്ടൊരു ലയബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ബാക്കിയുള്ള പാർട്ട്നേഴ്സ് റെസ്പോൺസിബിൾ അല്ല, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ പ്രോപ്പർട്ടി അതിന് യൂസ് ചെയ്യില്ല. ഇതാണ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ നെഗ്ലിജൻസ് കൊണ്ടുവരുന്ന ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് പേഴ്സണൽ അസറ്റ് കൊടുക്കേണ്ടി വരില്ല.
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ 3 എണ്ണം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ 3 എണ്ണം എന്ന് പറയുന്ന ഒന്നാമത്തെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സൺ നടത്തുന്ന ബിസിനസ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ മാത്രമായിട്ട് നടത്തുന്ന ബിസിനസ് ആണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻ ഹിന്ദു ഫാമിലി എന്ന് പറയും. ഇപ്പോൾ ജോയിൻ ഹിന്ദു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി നടത്തുന്ന ഒരു ബിസിനസ് ആണ്. അപ്പോൾ അതിൻ്റെ മാനേജർ എന്ന് പറയുന്നത് അവിടുത്തെ എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആണ്, കർത്ത എന്ന് പറയും. അപ്പോൾ കർത്ത മരിച്ചു കഴിഞ്ഞാൽ അടുത്ത എൽഡസ്റ്റ് മെയിൽ മെമ്പർ ആരാണോ അയാൾ ഓട്ടോമാറ്റിക്കലി കർത്തയായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് തേർഡ് പഠിച്ചിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ആണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരും അതിനകത്ത്. മാക്സിമം നമ്പർ എന്ന് പറഞ്ഞാൽ 10 and 20 നമ്മൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകും, അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു, അഡ്വാൻറ്റേജസ് പഠിച്ചു, ലിമിറ്റേഷൻസ് പഠിച്ചു, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ്റെ ബാക്കി വരുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.